എനിക്ക് എന്താ ഗൈസ് നോണ പറയാൻ പറ്റൂല, ഒള്ളി സത്യം മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഞാൻ കുറച്ചൊരു വെള്ളമായി പോയി, അല്ലെങ്കിൽ ചവിട്ടി കൂട്ടി മുറൊക്കെ ചെയ്തു. അതെനിക്ക് വേണം ഗൈസ്, മുന്നേ കാര്യം മുള്ളു കുത്തി. ഹായ് ഫ്രണ്ട്സ്, ഡിഡി വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ, അപ്പം ഇന്ന് നമ്മുടെ മുന്ന സൗദിക്ക് പോവാണ് ഫ്രണ്ട്സ്. അപ്പം ഇന്ന് രാത്രി അവര് പോവാണ്. സോ ഞാനിപ്പോ അവളുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അവളുടെ വീട്ടിൽ നിന്ന് ഞങ്ങള് അവളുടെ സ്കൂളിലേക്ക് പോവാണ്. സ്കൂളിൽ ലീവ് ലെറ്റർ കൊടുക്കാൻ വേണ്ടി പോകണം. ഞാൻ അവളെ സ്കൂളിലേക്ക് ആദ്യമായിട്ടാണ് പോണത്. അപ്പം അതായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഒരു മോർണിംഗ് ആഫ്റ്റർനൂൺ വ്ളോഗ് ആയിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, ചുരുക്കം പറഞ്ഞാൽ ഞങ്ങള് ഒരു ഔട്ടിങ്ങിന് പോവാണ്. 11 മണിക്ക് മുന്നേ ഇവിടെ എത്താന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പം ചെറിയൊരു ഔട്ടിങ്, അവളെ സ്കൂളിലേക്ക് പോകുന്നു, അങ്ങനെ അങ്ങനെ കുറച്ച് പരിപാടികൾ. അപ്പം ഞാനത് വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചു. ഞാൻ അതാ റെഡിയായി അപ്പം ഞാൻ എന്നാ പോവാണ്. ഞാൻ ഇലക്ട്രിക് സ്കൂട്ടിയിലാണ് കേട്ടോ പോണത്. ഓക്കെ, ദിയമോള് ഇതുവരെ എണീറ്റിട്ടില്ല. എനിക്ക് എക്സാം ആണ് മൺഡേ ട്യൂസ്ഡേ എക്സാം കഴിയും ഫ്രണ്ട്സ്. പിന്നെ ആ 10ലെത്തി പാസ്സായാൽ കേട്ടോ. അപ്പം മൺഡേ മലയാളമാണ് എക്സാം. വന്ന് കഴിഞ്ഞിട്ട് പഠിക്കണം. അപ്പം അതുകൊണ്ടാണ് അമ്മ നേരത്തെ വരാൻ പറഞ്ഞത്. അപ്പം ഞാൻ എന്നാ പോട്ടെ. അവിടെ സ്കൂള് വരെ സ്കൂട്ടിക്കല്ലോ? അല്ല, നടന്നു. ഞാന് അവിടെ വീട്ടില് സ്കൂട്ടി നിർത്തിയിട്ടിട്ട് അവിടെ നിന്ന് ഞങ്ങൾ നടന്നു. ഗൈസ്, അപ്പം ഞാൻ മുന്നേൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ദിസ് ഈസ് മുന്ന. അവള് ലീവ് ലെറ്റർ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അവള് ലീവ് ലെറ്റർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂളിലേക്ക് പോണത്. പിന്നെ ചെറിയൊരു ഔട്ടിങ് മാറിയില്ലേ, ഞങ്ങളതൊരു ഔട്ടിങ് ആയിട്ട് എടുത്ത് അരമണിക്കൂറിൻ്റെ ഫ്രണ്ട്സ്. അപ്പം ഞങ്ങൾ അങ്ങാടിയിലെത്തി. അവളെ സ്കൂളിലെത്താനായിട്ടുണ്ട് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെയാണ് കൈ സ്കൂൾ. ഞങ്ങൾ നടന്നാണ് പോണത്. എത്താനായിട്ടുണ്ട്. അപ്പം കൈ സ്കൂളെത്തി. ഞങ്ങൾ കയറട്ടെ. ഞാൻ ആദ്യമായിട്ടാണ് പോണത് സ്കൂളിലേക്ക്. ഇത് മുന്നേൻ്റെ ഫേവറേറ്റ് മിസ്സിൻ്റെ കുട്ടിയാണ് ഫ്രണ്ട്സ്. ഹലോ, ഇന്നറിയുണ്ടാവില്ല. ഒരു ആദുവിന്റെ ക്ലാസ് ഇവിടെ നിന്നുണ്ടാവും, കാണുമോ? അവിടെ അടിയിൽ. ആ, ബസ് എത്ര ബസ് ഉണ്ടടി ഗൈസ് മുന്നേയുടെ ഫ്രണ്ട്സ്? അപ്പം ഞങ്ങള് സ്കൂളിൽ നിന്ന് ഇറങ്ങി ബുക്കൊക്കെ വാങ്ങി. ബുക്ക് എവിടെ? മുന്നെവിടെ? ബുക്കൊക്കെ വാങ്ങി. ലീവ് ലെറ്റർ കൊടുത്തു. ഞാൻ ഓളെ ഫ്രണ്ട്സിനെ കണ്ടു. ഓളെ ഫ്രണ്ട്സിനെ ഒരാളെ എനിക്ക് നേരത്തെ പരിചയമുണ്ട്. ബാക്കിയുള്ളവരെ പേരും ഫോട്ടോയും മാത്രമേ അറിയുള്ളൂ. നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ നേരിട്ട് ഞാൻ ആകെ എനിക്ക് ഇൻഷനെ മാത്രമേ മനസ്സിലായിട്ടുള്ളൂ. ഇല്ല, നാജിയനെ മനസ്സിലായില്ല. നാജിയനെ കണ്ടില്ല, ആകെ ഇൻഷനെ കണ്ടിട്ടുള്ളൂ. പിന്നെ കുറെ ഗേൾസ് ഇരിക്കുന്ന കണ്ടു, അവരൊന്നും മനസ്സിലായില്ല. അപ്പം ഫോൺ ഇത്രയും നേരം ലോക്ക് ആയിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. അത് കൈ തട്ടി ആകെ പാസ്കോഡൊക്കെ അടിച്ച് ആകെ 15 മിനിറ്റ്സ് ലോക്ക് ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ നിന്ന് നടന്ന് റെസ്റ്റോറൻറ്റിന് മുന്നിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകണം. ഫസ്റ്റ് ഞങ്ങൾ ജ്യൂസ് കുടിക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു ഫുഡ് കഴിക്കാമെന്ന്. അപ്പം ഞങ്ങളിവിടെ റെസ്റ്റോറൻറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. 11 മണിക്ക് വരാമെന്നാണ് പറഞ്ഞത്. 10:45. അത് സാറില്ല, നമുക്ക് അവിടെ നിന്ന് വിളിക്കാം. പപ്പേൻ്റെ നമ്പർ ഉണ്ടാവും. ഗായ്സ്, ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുന്നു. ഞങ്ങൾ റൈസ് തിന്നണമെന്നുള്ള ഒരു പൂതിയിലാണ് വന്നത്. പക്ഷെ റൈസ് ആയിട്ടില്ല. 11:15 ആവുമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ റൈസൊന്നും ആവില്ലല്ലോ. ഇവിടെ ആകെ പൊറോട്ടയും മറ്റേ ചിക്കൻ കടായി അതൊക്കെ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പൊറോട്ട ഒന്നും വേണ്ട, നമുക്ക് റൈസ്, മന്തി, അൽഫാം അങ്ങനത്തെയൊക്കെ. പക്ഷെ അതായിട്ടില്ല. സോ ഓള് ടെൻഡർ കോക്കനട്ട് ജ്യൂസ് ഓർഡർ ചെയ്തു. ഞാൻ അവക്കാഡോ ഓർഡർ ചെയ്തു. മുന്നേൻ്റെ 10ാം ക്ലാസ്, ഓൾക്ക് 10ാം ക്ലാസ് തുടങ്ങിയിട്ടോ. മുന്നേൻ്റെ ബുക്കാണത്, കെമിസ്ട്രീൻ്റെ. ഓയ് മണി. ഫോൺ ഒരു 15 മിനിറ്റിന് ലോക്കായി. ഞാൻ പേടിച്ചു ഫ്രണ്ട്സ്. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോഴും 15 മിനിറ്റ് ലോക്ക് എന്നാണ് കാണിക്കുന്നത്. പിന്നെ ഞാൻ പേടിച്ചു, അയ്യോ ഇനി വ്ളോഗ് എടുക്കാൻ പറ്റൂലെന്ന് വിചാരിച്ച്. പിന്നെ ഞങ്ങൾ കുറച്ചുകൂടെ നടന്നപ്പോഴത്തേനും ഫോൺ അൺലോക്കായി. ഞാൻ വേഗം എടുത്ത് വെറുതെ നോക്കിയതാണ്. ചൂടെടുത്തിട്ട് ഷാളൊക്കെ വേറെ റൂട്ടിന് പോയി.
ഇരിക്കണുണ്ട് ഞാൻ ഫുൾ മന്തി അൽഫാം പറയുമ്പം ആകെ അവക്കാഡോയും പിന്നെ പറയുന്നത് വാങ്ങി ടെൻഡർ കോക്കനട്ട്. എനിക്ക് ഇവിടുത്തെ അവക്കാഡോ മാത്രമേ ഇഷ്ടമുള്ളൂ. നമ്മൾ അവിടെ നിന്ന് കുടിച്ചില്ലേന്നോ, അത് ഒറിജിനലല്ല, ഇവിടുത്തെ ഒറിജിനൽ തോന്നുന്നു. കാരണം ഇവിടുത്തെ കാണുമ്പോഴത്തേന് നല്ല കുളുകുളുമാണ്, നല്ല രസമുണ്ട്. ഇത് ക്യാമറയിൽ കാണുന്ന കളറും മറ്റേ ഇത് നേരിട്ട് കാണുന്ന കളറും വേറെ. ടെൻഡർ കോക്കനട്ട് പാല് മരുന്ന് കുടിച്ചോക്ക് കുടിച്ചോക്ക്. അല്ലേ പ്രശ്നമല്ല. ആ മധുരം ഒറിജിനൽ ബട്ടറിന് പിന്നെ മധുരമല്ലല്ലോ, ഒന്നുമില്ല, ഒരു വെള്ളം കുടിക്കുന്ന ടേസ്റ്റ് ആവാക്കുക, ടേസ്റ്റ് ഇല്ല. അപ്പോൾ ഞങ്ങൾ കുടിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഇനി ബാക്കി കുറച്ച് പൈസ ഉണ്ടെങ്കിൽ വല്ല ഡയറി മിൽക്കോ അങ്ങനെ എന്തെങ്കിലും വാങ്ങാം, ക്രിസ്പെല്ലാം വാങ്ങാം. പപ്പേനെ വിളിക്കാൻ പോവാണ് ഫ്രണ്ട്സ്. 11 മണിയായി ഗൈസ്. അപ്പം ഞങ്ങൾ ജ്യൂസ് കുടിച്ച് ബില്ല് കൊടുത്ത് ക്രിസ്പെല്ലാം വാങ്ങി വന്നു. അല്ലേ ആ ഞങ്ങള് അത് കൂടെ വന്നപ്പം ടയറ് തലേക്ക് ചാടണ്ട വിചാരിച്ചിട്ട് കുട്ടികൾ പോയിക്കോട്ടെ എന്ന് അയാൾ പറഞ്ഞിട്ട് ഞാൻ ചിന്തപ്പുറ ആളുണ്ടായിരുന്നല്ലോ ഗൈസ്. ക്രിസ്പെല്ലോ ഞങ്ങൾ കഴിക്കാം അല്ലേ മുന്ന ഗൈസ്. ഞങ്ങളാകെ കുഴങ്ങിയിരിക്കുന്നു. മുന്നേ അവിടെ ക്രിസ്പെല്ലോ ഇങ്ങനെ തിന്ന് ബാക്കിയാൻ പറയണില്ല. ക്രിസ്പെല്ലോ തിന്ന് കൈ നോക്കി വരികയാണ് ഫ്രണ്ട്സ്. ഞാൻ ക്രിസ്പെല്ലോ കുറച്ച് തിന്നിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ ബാഗിൽ വെച്ചു ക്രിസ്പെല്ലോ. ഓളെ വീട്ടിലെത്താനായി. ഞങ്ങൾ കുഴങ്ങി ഫ്രണ്ട്സ്, വേർത്ത് കറുത്ത് അത് കരിവാളിച്ച് വേർത്തുന്നാ ഞാൻ പറയാ. വിയർത്തുന്നാ ചിലവര് പറയും. എന്താ പറയാ? വേർത്തു എത്തി. ഓളെ വീടെത്തി. ദിസ് വൺ നോട്ട് ദിസ്, ദാറ്റ് വൺ കാണൂല. ഞാൻ പപ്പേനെ വിളിച്ചു കേട്ടോ. പപ്പേനെ വിളിച്ചപ്പോൾ 11 മണിന് മുന്നേ വരാനാണ് പറഞ്ഞേക്കണത്. എന്നിട്ട് ഞാൻ 11:05 വിളിച്ചപ്പം എൻ്റെ അതിനെന്തിനാ വിളിച്ചു പറയേണ്ട ആവശ്യം വന്നാൽ പോരെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ശരി 11 മണിയായി കയറും. അപ്പം അങ്ങനെ നടന്ന് പോര്, ഇനി വേറെ എങ്ങോട്ടേലും പോകണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, എന്നാൽ പോര്. പോണ്ട് പറഞ്ഞാൽ മതിയെന്നു. എനിക്കെന്താ കേസ് നോണ പറയാൻ പറ്റൂല, ഒള്ളി സത്യം മാത്രമേ പറയാൻ പറ്റുള്ളൂ. നോണ പറഞ്ഞു ഞാൻ കുറച്ചൊരു വെള്ളമായി പോയി, അല്ലെങ്കിൽ ചവിട്ടി കൂട്ടി മുറൊക്കെ ചെയ്തു. അതെനിക്ക് വേണം കൈസ്. മുന്നേ കാര്യം മുള്ളു കുത്തി വേണത് വേണം. ഇതിൻ്റെ അടുത്ത് ഓടിയുള്ള ശിക്ഷയാണ് ഗൈസ്. ഞാൻ വീട്ടിലെത്തി. അപ്പം ഞങ്ങൾക്ക് കുറച്ച് സ്ഥലത്ത് പോകും, അങ്ങനെ കതിരിലും അങ്ങനെയൊക്കെ കറങ്ങി വരാനാണ് ഗൈസ് വിചാരിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ അങ്ങനെ വേണമായിരുന്നു. കാരണം ഇന്നോട് വൈകുന്നേരം പോകൂലേ, പിന്നെ 2 മാസം കഴിഞ്ഞിട്ട് കാണാൻ പറ്റുള്ളൂ. പിന്നെ ഓളമ്മ കുറച്ച് മാസം കഴിഞ്ഞിട്ട് വരുള്ളൂ. ഓള് 2 മാസം കഴിഞ്ഞിട്ട് വരും. ഞാൻ ഓരോ ടീച്ചറെയൊക്കെ കണ്ട് വർത്താനമൊക്കെ പറഞ്ഞു. ഓളെ ക്ലാസ് ടീച്ചറിനെ കണ്ട്. ഇപ്പം എത്തിയിട്ടേ ഉള്ളൂ ഫ്രണ്ട്സ്. അപ്പം ഞാൻ പഠിക്കാൻ നോക്കട്ടെ. മലയാളമാണ്. മലയാളം എനിക്കിപ്പോൾ ഉണ്ടല്ലോ ഒരു ആശ്വാസമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മലയാളം ഞാൻ പഠിച്ചതാണ്. പിന്നെ എനിക്ക് ആകെ ഇനി നോക്കാനുള്ളത് എസ്സേ എങ്ങനത്തെ ടോപ്പിക്കാണ് വരുന്നതെന്ന് തന്നിട്ടില്ല. നമുക്ക് എസ്സേ എന്തായാലും ഒന്നെങ്കിൽ റോഡ് അപകടം, അല്ലെങ്കിൽ ഫോണിൻ്റെ യൂസേജ്, ഉരുൾപൊട്ടൽ വരുന്നില്ല. റോഡ് അപകടവും തൊഴില അങ്ങനെ എന്തോ സംഭവം, അങ്ങനത്തെ ടോപ്പിക്കൊക്കെ വരിക. ആകെ ഓർക്കസ്ട്ര എനിക്ക് വരും. ഒന്നെങ്കിൽ ഈ ടോപ്പിക്ക് എഴുതുക, അല്ലെങ്കിൽ ഈ ടോപ്പിക്ക് എഴുതാറുണ്ട്. എസ് കൊണ്ട് ഞാൻ പുല്ലാണ് തൊഴിഞ്ഞ് മറിക്കും ഫ്രണ്ട്സ്.
എനിക്ക് എസ്ഐക്ക് ഒരു വട്ടം ഫുൾ മാർക്ക് കിട്ടി. ദേവുവിന് ഇനി 2 എക്സാം കൂടെ ഉള്ളൂ, മലയാളവും കമ്പ്യൂട്ടറും. അപ്പോൾ ഇന്നലെ സ്കൂൾ വിട്ട് വന്നപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് ദേവോ, ഇനിയിപ്പം മലയാളവും കമ്പ്യൂട്ടറും ഇല്ലേന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇപ്പം എക്സാം ഫുള്ള് തീരുന്നൊരു ഫീലാണ് പറഞ്ഞു. എനിക്കുണ്ടല്ലോ ഈ മിസ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എനിക്ക് ആൻസർ കിട്ടൂല. ഞാൻ മിസ്സിനോട് എഴുതി തന്നാൽ മതി പറഞ്ഞു, എന്തെങ്കിലും ചെയ്യുക. പക്ഷെ എനിക്ക് എക്സാമിന് മാർക്കുണ്ട്, ക്ലാസ് ടെസ്റ്റ് ഇടുന്നതിനും അല്ലാത്തതിനൊക്കെ മാർക്കുണ്ട്. പറയാൻ എനിക്ക് കിട്ടൂല, എഴുതാൻ എനിക്ക് നല്ലോണം കിട്ടും. എഴുതിൽ ഞാൻ പുലിയാണ്. അപ്പേൻ്റെ ആ ഒരു ഇതാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ആക്ച്വലി ഞാൻ വൈൻഡപ്പ് എടുക്കാൻ വേണ്ടിയാണ് നേരത്തെ ഡയലോഗ് ഫുള്ള് പറഞ്ഞിരുന്നത്. പിന്നെ ഞാൻ പഠിക്കാൻ തുടങ്ങട്ടെ. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതൊരു ഷോർട്ട് വീഡിയോ ആയിരിക്കും കേട്ടോ, കാരണം അത്ര കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലിനെ ഓർത്താൻ മറക്കരുത്. അപ്പം ഇനി പുതിയ വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, സൈൻ ഓഫ് ദേവു.